ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തികളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും ഒക്കെ യുദ്ധങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആരും കാണാതെ പോയ ഒരു വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. അതിലുണ്ടായിരുന്നത് ഒരു സാധാരണ യാത്രക്കാരനായിരുന്നില്ല. ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഏറ്റവും കരുത്തനായ ചാരത്തലവനാണ്. മുഹമ്മദ് കൈസർ റഷീദ് ചൗധരി ആയിരുന്നു അത്. ഔദ്യോഗികമായി അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയാണ്. എന്നാൽ ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലകളിൽ അദ്ദേഹം കണ്ടുമുട്ടിയത് ഡോക്ടർമാരൊന്നും ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ചാര സംഘടനയായ റോ തലവൻ പരാഗ് ജെയിനെയും മിലിറ്ററി ഇന്റലിജൻസ് മേധാവി RS രാമനെയുമാണ്. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു ഈ സന്ദർശനം. പാകിസ്ഥാന്റെ ISAയും ചൈനയുടെ ചാരന്മാരും ബംഗ്ലാദേശിൽ തമ്പടിക്കാനായി ശ്രമിക്കുമ്പോൾ ഇന്ത്യ നടത്തിയ ആ മാസ്റ്റർ സ്ട്രോക്ക് എന്തായിരുന്നു? ഈ രഹസ്യ സന്ദർശനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ആ നിർണായക രഹസ്യം നമുക്കിന്ന് ഇഴകീറി പരിശോധിക്കാം. ബംഗ്ലാദേശ് സൈന്യത്തിലെ ഏറ്റവും തന്ത്രശാലിയായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ചൗധരി. ഫെബ്രുവരി 23-നാണ് അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേറ്റത്. ബംഗ്ലാദേശിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമാണ് DGFI. ഒരു രാജ്യം മാറുമ്പോൾ, പ്രത്യേകിച്ച് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ, ആ രാജ്യത്തിന്റെ സുരക്ഷാ തലവൻ അയൽ രാജ്യത്തേക്ക് നടത്തുന്ന ആദ്യ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ചൗധരിയുടെ ഈ സന്ദർശനം തികച്ചും രഹസ്യമായിരുന്നു. മാർച്ച് 9-നാണ് ഈ വാർത്ത പുറം ലോകം തന്നെ അറിയുന്നത്. ഒരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് ചീഫ് മറ്റൊരു രാജ്യത്തെ ഇന്റലിജൻസ് ചീഫുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വെറും ഒരു ചായ കുടിക്കലല്ലോ. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയൊരു സുരക്ഷാ ഉടമ്പടിയുടെ തുടക്കമാണ്. ഭാരതം ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. നമുക്കല്പം പിന്നോട്ട് പോകാം. കഴിഞ്ഞ 18 മാസമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഒരു ഐസുകട്ട പോലെ തണുത്തുറഞ്ഞതായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അധികാരം ഒഴിയേണ്ടി വന്നതോടെ കഥ മാറി. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുമായുള്ള പല പദ്ധതികളും മരവിക്കപ്പെട്ടു. പലരും കരുതി ബംഗ്ലാദേശിന് ഇന്ത്യയുടെ കൈകളിൽ നിന്നും പോയി എന്ന്. പാകിസ്ഥാൻ അനുകൂലികളായ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ തലപൊക്കാനും തുടങ്ങി. ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഈ സമയത്താണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്റെ ചാണക്യ തന്ത്രങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുരക്ഷാ കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിക്കണമെന്ന സന്ദേശം അദ്ദേഹം കൃത്യമായി കൈമാറി. ഇപ്പൊ ബംഗ്ലാദേശിൽ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ അധികാരം ഏറ്റെടുക്കുകയാണ്. BNP അഥവാ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവായ താരിഖ് റഹ്മാൻ പണ്ട് ഇന്ത്യയോട് അത്ര മമത കാണിച്ചിരുന്ന ആളല്ല. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ത്യയെ പിണക്കി ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ചൗധരിയെ അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചത്. ഇതൊരു റിക്കോൺസിലിയേഷൻ അഥവാ അനുരഞ്ജന നീക്കമാണ്. ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് പുതിയ സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. ഇന്ത്യ ആകട്ടെ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു. നമ്മുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ചൗധരിക്ക് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു: നിങ്ങളുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം കഠിനമായിരിക്കും. ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് ഭീകരവാദ വിരുദ്ധ പോരാട്ടമാണ്. സ്വാഭാവികം അല്ലെ? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമതർ, ഉദാഹരണത്തിന് ULFA ബംഗ്ലാദേശിൽ അഭയം തേടുന്നത് തടയുക. 2, മതമൗലികവാദം. ISI പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിനെ താവളമാക്കി ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് തടയുക. 3-മത്തത് അതിർത്തി സുരക്ഷയാണ്. കന്നുകാലി കടത്തും കള്ളക്കടത്തും നിയന്ത്രിക്കുക. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബംഗ്ലാദേശിനെതിരെയും ബംഗ്ലാദേശ് മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെയും ഒരു നീക്കവും ഉണ്ടാവില്ലെന്ന് ഇരുപക്ഷവും ഉറപ്പു നൽകി. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം നമ്മുടെ 7 സിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങളുടെ സുരക്ഷയ്ക്ക് ബംഗ്ലാദേശിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. ചിക്കൻ നെക്ക് എന്നത് വളരെ വലിയ അതിപ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലോ. ബംഗ്ലാദേശിൽ ഭരണം മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചൈനയും പാകിസ്ഥാനുമായിരുന്നു. ബംഗ്ലാദേശിനെ തങ്ങളുടെ ഒരു കോളനിയാക്കി മാറ്റാമെന്ന് അവർ സ്വപ്നം കണ്ടു. ചൈന വൻതോതിൽ പണം വാഗ്ദാനം ചെയ്തു. പാകിസ്ഥാൻ മതപരമായ വികാരങ്ങൾ ഇളക്കിവിടാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ വളരെ നിശബ്ദമായി കളിച്ചു. അവർക്കറിയാമായിരുന്നു ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ ചൗധരിയുടെ സന്ദർശനം ചൈനയ്ക്കും പാകിസ്ഥാനും ഏറ്റ വലിയ തിരിച്ചടിയാണ്. ബംഗ്ലാദേശ് ഇപ്പോഴും ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു. ഭാരതത്തിന്റെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ വിജയമാണിത്. ഈ സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന പശ്ചാത്തലം വരാനിരിക്കുന്ന ഗംഗാജല കരാറാണ്.
1996 ഒപ്പിട്ട ഈ കരാർ 2026 ഡിസംബറിൽ അവസാനിക്കും. പശ്ചിമ ബംഗാളിനും ബംഗ്ലാദേശിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണിത്. ഈ വെള്ളം കരാർ പുതുക്കിയിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിൽ വലിയ ജനരോഷമുണ്ടാകും. ഈ കരാറിൽ ഇന്ത്യയുടെ സഹകരണം ഉറപ്പാക്കാൻ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ബംഗ്ലാദേശ് തയ്യാറാണ്. അറിയാമല്ലോ പാകിസ്ഥാന് സംഭവിച്ചത്. അതായത് സുരക്ഷ നൽകിയാൽ വെള്ളം നൽകാമെന്നൊരു അപ്രഖ്യാപിത നയം ഇന്ത്യക്ക് ഇവിടെ പ്രയോഗിക്കാം. ഇതിനെയാണ് ഹൈഡ്രോ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ഡിപ്ലോമസി എടുത്തിട്ടുണ്ടല്ലോ. നമുക്കറിയാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പാതയിലാണ്. അഗർത്തല അഖൗറ റെയിൽവേ ലിങ്ക് പോലെയുള്ള പദ്ധതികൾ പൂർത്തിയാകണമെങ്കിൽ ബംഗ്ലാദേശിന് സഹായം വേണം. ബംഗ്ലാദേശ് സൈന്യവും ഇന്റലിജൻസും ഇന്ത്യയോട് സഹകരിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം നിലനിൽക്കൂ. ചൗധരിയും പരാഗ് ജെയിനും തമ്മിലുള്ള ചർച്ചയിൽ ഈ സാമ്പത്തിക ഇടനാഴികളുടെ സുരക്ഷയും ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരക്കുകൾ ബംഗ്ലാദേശിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സുരക്ഷ ഉറപ്പാക്കേണ്ടത് DGFIയുടെ ഉത്തരവാദിത്തമാണ്. ഈ സന്ദർശനം ആ ഉത്തരവാദിത്തം വീണ്ടും പുതുക്കി. ഈ ഓപ്പറേഷന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അല്ലാതെ മറ്റാരുമല്ല. ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഡോവൽ ഭരണമാറ്റത്തിന് ശേഷവും ബംഗ്ലാദേശിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധം നിലനിർത്തിയായിരുന്നു. മുൻ ബംഗ്ലാദേശ് NSA ഖലീലുർ റഹ്മാനുമായി അദ്ദേഹം നടത്തിയ നിരന്തരമായ ചർച്ചകളാണ് ഇപ്പോൾ ചൗധരിയുടെ ഡൽഹി സന്ദർശനത്തിൽ ചെന്ന് കലാശിക്കുന്നത്. രാഷ്ട്രീയക്കാർ തമ്മിൽ പോരടിക്കുമ്പോഴും തീർച്ചയായും രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ബാക്ക് ചാനൽ ഡിപ്ലോമസി ഇന്ത്യ എത്രത്തോളം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ഖൈസർ റഷീദ് ചൗധരിയുടെ ഡൽഹി സന്ദർശനം വെറും ഒരു ഔദ്യോഗിക യാത്രയല്ല, അത് ഇന്ത്യയുടെ അയൽപക്ക നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമാണ്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഇന്ത്യയോട് ശത്രുതയിലാണെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. അവർക്ക് ഇന്ത്യയെ വേണം, ഇന്ത്യക്ക് അവരെയും വേണം. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കാണിച്ച ഈ ജാഗ്രത രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ചൈനയുടെ കടന്നുകയറ്റത്തെയും പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെയും തടയാൻ ഭാരതം സജ്ജമാണ്. ഈ സന്ദർശനം വരും മാസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പുതിയൊരു ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താരിഖ് റഹ്മാൻ ഇന്ത്യയുമായി നല്ല ബന്ധം തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IPN മലയാളം.